നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 46.24 GB സ്റ്റോറേജ് 83% ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രം ഡിലീറ്റ് ആക്കി, നിങ്ങൾക്ക് ഒരു ആവശ്യമില്ലാതെ വെറുതെ കിടക്കുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും മാത്രം നിങ്ങൾ പോലും അറിയാതെ അങ്ങനെ കുറച്ച് GB നിങ്ങൾക്ക് വെറുതെ സ്പേസ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. പലർക്കും അറിയാത്തവർക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. ഫയൽ മാനേജർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റോറേജ് എന്ന ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. പല ആളുകളുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ ഏറ്റവും താഴെ ആയിരിക്കും, ഏതായാലും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറേജ് എന്ന ഭാഗത്ത് വരിക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരുപാട് ഫോൾഡർ ഉണ്ടാകും, നേരെ തിരിച്ചുമായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഫോൾഡറുകൾ നിങ്ങൾ തപ്പി നോക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് എന്ന ഫോൾഡർ കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു വശത്ത് വാട്സപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ പോയാൽ വാട്സപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം ഒന്നായിരിക്കും. നിങ്ങളിവിടെ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വാട്സപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും മീഡിയ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാട്സപ്പിലെ എല്ലാ സകല കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. വാട്സപ്പ് മീഡിയ, വാട്സപ്പ് ഓഡിയോ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോ, പിന്നെ ഗിഫ്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഈ ഒരു വാട്സപ്പിൻ്റെ ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഒരൊറ്റ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ എല്ലാം ധൈര്യത്തോടെ ചെയ്തോളി. നിങ്ങൾക്കൊന്നും നഷ്ടമാകില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു പക്ഷേ 5, 6, 8, 10 GB ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫോൾഡർ എടുക്കുക. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു പക്ഷേ വീഡിയോസ് ആയിരിക്കാം കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, അതിൽ നിന്നും GB. അതുകൊണ്ട് ഞാൻ ഇവിടെ വീഡിയോ മാത്രമാണ് കാണിക്കുന്നത്. ആ വീഡിയോ പോലെ നിങ്ങൾ ബാക്കി എല്ലാ ഫോൾഡറുകളും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് വീഡിയോ കാണിക്കുന്നുണ്ട്. ഈ ഒരു വാട്സപ്പ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പിലുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തോ ഇനി ഏതാ വീഡിയോ ഒന്നും നോക്കണ്ട, ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓൾ കൊടുക്കുക. ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് കൊടുക്കുക. ഇത്ര പണിയാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. അതായത് നിങ്ങളൊരു വീഡിയോ ഡൗൺലോഡ് ആക്കി, അത് നിങ്ങളുടെ സ്റ്റോറേജിലുണ്ട്. നിങ്ങളത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് അത് രണ്ടാമത് ഒരു 10 GB വീഡിയോസാണ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ 20 GB മാറി. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് 10 GB കൊടുക്കുമ്പോൾ ഇവിടുത്തെ 10 GB അല്ല കൊടുക്കണേ, നിങ്ങൾ എക്സ്ട്രാ ഒരു കോപ്പി ഫയലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരുപാട് നിങ്ങൾക്ക് സ്റ്റോറേജ് ലഭിക്കും. ഈ ഒരു വീഡിയോസ് മാത്രമല്ല, നിങ്ങൾക്ക് ഫോട്ടോസും എല്ലാം ഒന്ന് ചെയ്ത് നോക്കി.